Tirumeni, we are not able to hear you, Tirumeni. Sorry to disturb. Tirumeni, kindly unmute. Okay. ഗോവയിൽ തുടങ്ങി ബ്രഹ്മവാർ മിഷനിലൂടെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഈവൻ ശ്രീലങ്ക തുടങ്ങിയ വിവിധ ദേശങ്ങളിൽ പോയി ഒരുപാട് ആളുകളെ പരിശുദ്ധ സഭയിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിറ്റ്നസ് പ്രകടമാക്കിയാണല്ലോ അദ്ദേഹം. ഞാൻ സമയ ചുരുക്കം മൂലം ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് സഭ അതുപോലെ ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ മിക്കവാറും എല്ലാ കമ്മ്യൂണിറ്റികളും സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ബ്രഹ്മവാറിലുള്ള കമ്മ്യൂണിറ്റി മറ്റു ചില ചെറിയ ചെറിയ പോക്കറ്റ്സും ഒഴിച്ച് ബാക്കിയെല്ലാം സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായി അല്ലെങ്കിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ മിഷൻ അല്ലെങ്കിൽ ഈ വിറ്റ്നസ് ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബ്രഹ്മ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഇത് ആരംഭം കുറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, OCP എന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഡോക്ടർ ആശിഷ് രാജേഷ്, അവർ ഈ സ്ഥലങ്ങളിൽ ചിലതൊക്കെ സന്ദർശിക്കുകയും ഡിണ്ടിഗൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവരാ സന്ദർശിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ മലങ്കര സഭ മാസികയിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. മലങ്കര സഭ മാസികയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മദ്രാസ് ഭദ്രാസനത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഡിണ്ടിഗൽ എന്ന ഒരു ചിന്തയിലാണ് മദ്രാസ് ഭദ്രാസനം മദ്രാസിലുള്ളതായ വിശ്വാസികളിൽ ചിലരെ, എല്ലാവരെയും അല്ല, ചിലരെ കൂട്ടി വരുത്തി ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഇത് ഒന്ന് കണ്ടുപിടിക്കുവാനും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാനും ഒക്കെ അവരെ ചുമതലപ്പെടുത്തിയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആണ് മദ്രാസിൽ നിന്ന് തീർച്ചയായും ഈ OCPയിലെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഡിണ്ടിഗലിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിക്കുകയും അവിടെയുള്ള പഴയ കമ്മ്യൂണിറ്റിയുടെ അവരിപ്പോൾ സഭാംഗങ്ങളല്ല എങ്കിൽ പോലും അവരുടെ പിൻഗാമികളെ കണ്ടെത്തുവാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്തു. ഡിണ്ടിഗലിൽ പരിമല തിരുമേനിയെ പ്രത്യേകമായി ആദരിക്കുന്ന സമൂഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവര് സഭയിലെ അംഗങ്ങളല്ല എങ്കിൽ പോലും അവരുടെ വീടുകളിലെല്ലാം പരിമല തിരുമേനിയുടെ ചിത്രം വരച്ചു വെക്കുകയും അവരുടെ ആളുകൾക്ക് പരിമല തിരുമേനിയുടെ പേരിടുകയും വീടുകൾക്ക് പരിമല എന്ന നാമം കൊടുക്കുകയും അവർ തീർത്ഥാടകരായി നോമ്പുകാലങ്ങളിൽ പരിമലയിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളാണ്. അവർക്ക് കാലങ്ങളായി അവർ ചെയ്യുന്ന ഒരു വിഷയമാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അൽവാറിസ് യൂലിയോസ് തിരുമേനിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികരും ഡിണ്ടിഗലിൽ രൂപപ്പെടുത്തിയ കമ്മ്യൂണിറ്റികളെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ദേവാലയങ്ങളെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ശ്രീലങ്കയിലും നമ്മൾ ചില സന്ദർശനങ്ങൾ നടത്തിയതിൽ 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരിതിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് അവർ പോയി ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ ശ്രീലങ്ക എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് പോയി. സുജിത്തും തോമസ് സൈമനും കൂടിയാണ് പോയത്. അവരവിടെ ചെന്ന് ഈ ഗൂഗിളിൽ ഈ ഓർത്തഡോക്സ് ചർച്ച്, പ്രസൻസ് ഓഫ് ഓർത്തഡോക്സ് ചർച്ച് ഇൻ ശ്രീലങ്ക എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആ ഗൂഗിൾ കൊണ്ടെത്തിച്ചത് ഒരു വാച്ച് കടയിലാണ്. വാച്ച് കടയിൽ കയറി അവര് ഇവിടെ എവിടെയെങ്കിലും ഓർത്തഡോക്സ് പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ വാച്ച് കടയുടെ ഉടമ അവരോട് പറഞ്ഞു, ഈ കട നിൽക്കുന്ന സ്ഥലം ഒരു ഓർത്തഡോക്സ് പള്ളിയും ഓർത്തഡോക്സ് സെന്ററുമായിരുന്നു. ആ കട നിൽക്കുന്ന ഉടമയുടെ വല്യപ്പൻ ഓർത്തഡോക്സ് പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു. പഴയകാലത്ത് അൽവാറിസ് യൂലിയോസ് തിരുമേനിയും അതുപോലെ തന്നെ വലിയ ബാവ തിരുമേനിയും ഗിവർഗീസ് സിരിയൻ ബാവായും പരിമല തിരുമേനിയും അലക്സിയോസ് ദേവോദോസ് തിരുമേനിയും അതുപോലുള്ള പിതാക്കന്മാർ അവിടെ സന്ദർശിക്കുകയും മാമോദീസകൾ നടത്തുകയും മറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്തതായ രജിസ്റ്റർ ആ കടയിൽ ഇരുന്നതെടുത്ത് അവരെ കാണിക്കുകയുണ്ടായി. അത് ഒരു പ്രചോദനമായി മാറി അവർ തിരിച്ചു വന്ന് പറഞ്ഞതിന് വെളിച്ചത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ശ്രീലങ്കയിലേക്ക് പോവുകയും അവിടെയും
നമ്മുടേതായ കമ്മ്യൂണിറ്റികൾ ഒഫീഷ്യലി ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും വിശുദ്ധ കുർബാനയും അതുപോലുള്ളതായ പ്രാർത്ഥനാ സംഗമങ്ങളും ചില സെമിനാറുകളും ഒക്കെ നടത്തി കമ്മ്യൂണിറ്റികളെ ഫോം ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ അനൗദ്യോഗികമായിട്ടെങ്കിലും ഏകദേശം ഒരു 10-15 സമൂഹങ്ങൾ പഴയ അൽവാരിസ് തിരുമേനിയുടെ പ്രയത്ന ഫലത്തിന്റെ പിൻഗാമികൾ 10-15 സമൂഹങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാക്കുവാൻ ഉള്ള രീതിയിൽ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെ തമിഴ് ഭാഷയിലും സിംഹള ഭാഷയിലും ഒക്കെയാണ്. നമ്മുടെ അതേ സ്ട്രക്ചറിലേക്കൊന്നും വന്നിട്ടില്ല. എന്നാൽ ആരെങ്കിലും പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവര് അവിടെ വന്ന് പങ്കെടുത്തിട്ട് പോകുന്ന ഒരു രീതിയും ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തതാണ്. ഞാൻ പോയപ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒരു കുർബാനയിൽ ഏകദേശം 500ഓളം പേര് പങ്കെടുത്ത കുർബാനയും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ സഭയിലെ പഴയ അംഗങ്ങളുടെ പിൻഗാമികൾ ഇപ്പോഴും സഭയോടുള്ള അഫിനിറ്റി വിടാതെ നിൽക്കുകയാണ്. അവര് മറ്റു പല സഭകളിലെയും അംഗങ്ങളായിട്ട് തുടരുകയാണ്. കത്തോലിക്ക സഭയിലും ആംഗ്ലിക്കൻ സഭയിലും ഒക്കെ ആയിട്ട് തുടരുന്നു. പക്ഷെ സ്റ്റിൽ they are having an affinity to the orthodox faith and tradition. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിറ്റ്നസ് കണ്ടതുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ ദ്രഹ്മ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ്രഹ്മ എന്നത് ഇവിടെ അന്ന തോമസ് വായിച്ചത് നിങ്ങൾ കേട്ട് കാണും. പാരബിൾ ഓഫ് ദ ലോസ്റ്റ് കോയിൻ ആണ് അതിന്റെ ഒരു ആപ്തവാക്യമായിട്ട് എടുത്തത്. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയുടെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അതായത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ദ ചർച്ച് എന്നുള്ള ഒരു ആശയമാണ് അതിന്റെ പിന്നിലുള്ളത്. അത് ഈ പ്രവർത്തനം കൊണ്ട് പലയിടത്തും പോയത് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നതുകൊണ്ട് അത് മദ്രാസ് മാത്രം ഒരു ഭാഗമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വൈഡർ ഔട്ട്ലുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് SGOS ഗ്രൂപ്പുമായിട്ട് ബഹുമാനപ്പെട്ട KM ജോർജിന്റെയും അതുപോലെ തന്നെ അഭിമന്യ തിരുമേനിയുടെ ഒക്കെ നേതൃത്വമുള്ള ഈ ഗ്രൂപ്പുമായിട്ട് പങ്കെടുത്ത് ചില കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിച്ചത്. സഭയുടെ ഒരു വേൾഡ് വൈഡ്, എസ്പെഷ്യലി people who live in outside Kerala region, they have got a lot of things to do for the growth of the church എന്ന് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ നാം അത് ചെയ്തു കഴിയുമ്പോൾ കേരളത്തിനുള്ളിലും പരിശുദ്ധ സഭ വിട്ടുപോയിരിക്കുന്ന മറ്റു വിശ്വാസങ്ങളിലേക്ക് പോയിരിക്കുന്ന ആളുകളെ തിരിച്ച് സഭയിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് അതൊരു പരിവർത്തനത്തിന്റെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു പരിവർത്തനത്തിന്റെ ഭാഗമല്ല. പിന്നെയോ വേദപുസ്തകത്തിൽ പറയുന്ന പോലെയുള്ളതായ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരാശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഞാനൊരു വാക്കിലൂടെ ചുരുക്കട്ടെ. തീർച്ചയായും അതിന്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവന്യ കുർലോസ് തിരുമേനിയെയും ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജ് അച്ഛനെയും മറ്റു ധാരാളം വൈദികരെ ഞാൻ കണ്ടു. ഫിലിപ്പിലുള്ള അച്ഛൻ, റജി കെ അച്ഛൻ, priest from Brahmavar community, all are there. All are very happily welcome to this particular meeting, and all our faithful members of both SGOS and Dharma group, they are also very happily welcome to this group. God bless you all. Thank you, Tirumeni. Prayer, care and share എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി 1997 നവംബർ മാസം 3-ാം തീയതി നമ്മൾ ഇന്ന് കാലം ചെയ്തു പോയ ഭാഗ്യസ്മരണാർഹനായ ഒസ്താത്യോസ് തിരുമേനിയുടെ നേതൃത്വ പാടവത്തിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ് SGOS. ഇതിന്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു. ഇതിന്റെ പ്രവർത്തകർ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബോംബെ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി ഇതിന്റെ പേട്രനായും, അഡ്വൈസറി ബോർഡ് ചെയർമാനായി ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജ് അച്ഛനും പ്രവർത്തിക്കുന്നു.
ലോകം മുഴുവനും ഇതിന്റെ പ്രവർത്തകർ ഉണ്ട്. എല്ലാവരെയും ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക, നല്ലൊരു സാക്ഷ്യമുള്ള ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഈ ഗ്രൂപ്പിനെ പറ്റിയും അതുപോലെ കൂടുതൽ കാര്യങ്ങളും നിങ്ങളോട് സംവദിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനരായ അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മീറ്റിംഗിൽ ഞാനും പങ്കെടുക്കുന്നത്. മദ്രാസ് ഡയസിസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ബ്രാഹ്മ പ്രോജക്റ്റും സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റിയും ചേർന്നുകൊണ്ട് വിളിച്ചുകൂട്ടിയ ഈ സൂം മീറ്റിംഗിൽ എന്നെയും ക്ഷണിച്ചതിൽ അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ബ്രാഹ്മ പ്രോജക്റ്റ് ചെയ്യുന്നത് വളരെ വിശിഷ്ടമായൊരു സംഗതിയാണ്. അവരുടെ അന്വേഷണവും ഗവേഷണവും ഒക്കെ സഭയുടെ നന്മയ്ക്കും നഷ്ടപ്പെട്ടു പോയവരുടെ തിരിച്ചുവരവിനും ഇടയാകട്ടെ എന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഉപമയാണ് അവരുടെ പ്രോജക്റ്റിനെ ടൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത്. 10 വെള്ളി നാണയങ്ങളുള്ള സ്ത്രീയുടെ ഒരു നാണയം നഷ്ടപ്പെടുകയും അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവനും അടിച്ചുവാരി ഈ നാണയം അന്വേഷിക്കുകയും അത് കണ്ടുകിട്ടുമ്പോൾ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ച് സന്തോഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ അലിഗോറിക്കലായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഈ നാണയം കണ്ടെത്തുന്നതിന് വേണ്ടി കൊളുത്തിയ വിളക്ക് യേശുക്രിസ്തുവാണ്. മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവാണ് ആ വിളക്ക്. ആ വിളക്ക് സ്വയം എരിഞ്ഞ് പ്രകാശം നൽകിയത് കൊണ്ടാണ് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ നാണയം കണ്ടെത്തുവാൻ സാധിച്ചത്. അതുപോലെ ദൈവം ക്രിസ്തുവിൽ മനുഷ്യനായി സ്വയം വെറുമയാക്കി ദാസവേഷത്തിൽ വന്നു. അങ്ങനെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി ജീവിക്കുകയും കുരിശിൽ തന്നെ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ലോകത്തിന് പ്രകാശം നൽകിയ ഒരു തിരി, അത് യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലാണ് നാണയം കണ്ടെത്തിയത് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട് സഭാപിതാക്കന്മാർ. അതുകൊണ്ട് നമുക്ക് ഓർക്കേണ്ടത് നാമല്ല ഈ വിളക്ക് കൊളുത്തുന്നത്. നമ്മുടെ എല്ലാ അന്വേഷണത്തെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചം, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഉറവിടം, അടിസ്ഥാനം. രണ്ടാമതായിട്ട് നമ്മുടെ സഭയുടെ ഈ മിഷണറി കൺസേൺ 150 വർഷങ്ങൾക്കൊക്കെ മുൻപ് പ്രസിദ്ധനായ പരിമല തിരുമേനിയും മറ്റും പ്രകടിപ്പിച്ച ആ ഒരു തീക്ഷ്ണത, അതായത് ലോകത്തോട് മുഴുവൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാനും ആ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണുവാനും കൂട്ടിവരുത്താനുമുള്ള ഒരാഗ്രഹം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നിർഭാഗ്യവശാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അൽവാറിസ് തിരുമേനിയും അതുപോലെയായിരുന്നു. തിരുമേനിയുടെ ഈ സഭയിലേക്കുള്ള വരവ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കൊരു പുതിയ മാനം, പുതിയൊരു ഡയമെൻഷൻ നൽകുകയായിരുന്നു. അതും 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ സഭയിൽ നടക്കുകയില്ല എന്നുള്ളത് നമ്മെ ദുഃഖിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇത് ഈ ഗവേഷണം നടത്തുന്നതിന് ഒരു ആർക്കൈവൽ വാല്യൂ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ സംഗതികളെ നമ്മളെ ഭൂമി കുഴിച്ച് കണ്ടെത്തുന്ന, പഴയ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന പോലെയുള്ള
ഒരു ആർക്കൈവൽ റിസർച്ച് വാല്യൂ ഇതിനുണ്ട്. അത് മാത്രം, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിലുള്ള ആളുകളെ ഇവർ കണ്ടെത്തുന്നുണ്ട്, ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അവരെ സഭയിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതിനും അവരെ ഒരുമിച്ച് കൂട്ടുന്നതിനുമുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായും ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു അന്വേഷണം ഭൂതകാലത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടുകൂടിയാണ്. ഏതാനും ആളുകൾ നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചു ലഭിച്ച ബ്രഹ്മപ്പണത്തോട് സാമ്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോട് നമ്മൾ ഓർക്കണം. നമുക്ക് ആ ഒരു മിഷണറി സെൻസ് ഇപ്പോൾ ഉണ്ടോ? തിരുമേനിയും അൽബാറസ് തിരുമേനിയും പ്രകടിപ്പിച്ച ആ ഒരു മിഷണറി കൺസേൺ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് നമ്മൾ കൊടുക്കണ്ടേ എന്ന് നമ്മൾ ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഒരമ്മ വളരെ വളരെ ദുഃഖത്തോടു കൂടി എന്നോട് പറഞ്ഞു, മകനെ കുറിച്ച് സൺഡേ സ്കൂളെല്ലാം പഠിച്ചിരുന്ന, വേദപുസ്തകം നന്നായിട്ട് വായിച്ചിരുന്ന, പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ പള്ളിയിൽ വരികയില്ല, സഭയുടെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ഒരു വരാൻ കാര്യം? അപ്പൊ ആ കുട്ടി പറഞ്ഞതായി അമ്മ പറഞ്ഞത്, അവൻ TV ഓപ്പൺ ചെയ്താൽ, അവൻ പത്രങ്ങൾ തുറന്നാൽ മാധ്യമങ്ങളിലൂടെ വളരെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് സഭയെക്കുറിച്ച് അവന് കിട്ടുന്നത്. സഭയ്ക്ക് സാക്ഷ്യമില്ല, മിഷണറി സെൻസ് ഇല്ല, പ്രകാശം ഈ സഭ നൽകുന്നില്ല. പള്ളിയിൽ വന്നാലും ഈ കുട്ടി കേൾക്കുന്നത് അതാണ്. അതുകൊണ്ട് അവൻ പള്ളിയിൽ വരവ് നിർത്തിയെന്ന് അമ്മ ദുഃഖത്തോടുകൂടി പറഞ്ഞു. എനിക്കതിനൊരു മറുപടി പറയാനായിട്ട് ഇല്ല. ഞാൻ എല്ലാ ചുമതലകളും മാറ്റിവെച്ച് ഉപേക്ഷിച്ച് താമസിക്കുന്ന ഒരു പ്രായമുള്ള വൈദികനാണ്. എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എനിക്കൊരു മറുപടി പറയാനായിട്ട് അതിനില്ല. അതുകൊണ്ട് നമ്മുടെ സഭ മിഷണറി സെൻസ് തിരിച്ചെടുക്കണം. സഭയുടെ ദൗത്യം അതാണ്. കർത്താവ് ശിഷ്യന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞു വിട്ടത് കൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ സാക്ഷ്യം അത് സുവിശേഷപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കുറവുള്ളവരാണ്, പാപികളാണ്. പക്ഷെ നമുക്ക് ആ സുവിശേഷത്തിന്റെ ferment of the gospel to spread light, to give life to the world, that is the basic thing about the gospel. അത് നമുക്ക് തിരിച്ച് എടുക്കണം. നമ്മുടെ സഭാ നേതാക്കന്മാരെയും വിശ്വാസികളായ നമ്മുടെ ജനങ്ങളെയും ഇതുപോലെയുള്ള പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുന്ന നല്ല ഉത്സാഹമുള്ള ചെറുപ്പക്കാരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. സുജിത് ജോർജിനെയും SGOSന്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട മോനിയെയും അവരോട് കൂടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ദൈവസന്നിധിയിൽ അഭിവാദനം ചെയ്യുന്നു. അവരെയും നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിനും അതിൻ്റെ ഭാവിക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു അച്ഛാ. ഒരു അറിയിപ്പ് അറിയിക്കുവാനായിട്ടുള്ളത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട സുജിത് ജോർജ് പ്രസന്റേഷൻ നടത്തുകയാണ്. ഈ പ്രസന്റേഷന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം സമയത്തിന്റെ കുറവ് മൂലം അടുത്ത സെഷൻ നമ്മൾ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എന്താണ് പ്രോജക്റ്റ് ബ്രഹ്മ? എന്തിനു വേണ്ടിയാണ് ഇത് ആരംഭിച്ചത്? ഇതിലൂടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതുവരെ പ്രോജക്റ്റ് ബ്രഹ്മയിലൂടെ അല്ലെങ്കിൽ പ്രോജക്റ്റ് ബ്രഹ്മ എന്ന ആ ഗ്രൂപ്പിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നതിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പ്രസന്റേഷൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുജിത് ജോർജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Achan. Respected Tirmenis, allow me to share my screen. Hope you are able to see my screen. Achan? Sujit, yes, we are able to see it.
Okay. Sujit, you can go ahead. Okay. The memory of the righteous is blessed. Proverbs says in chapter 10 verse 7, നീതിമാന്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. I will try to talk both in English and Malayalam, but my Malayalam is not so well, so please excuse me if I don't sound rightly or the meanings are not very well connected to it. First of all, thank you. We thank very much SGOS Group for giving us their time and their selfless effort and making this platform and the forum to discuss about Project Dharma. അച്ഛനും തിരുമേനിയും സംസാരിച്ചതുപോലെ തന്നെ പ്രോജക്ട് ദ്രമ എന്നത് പാരബിൾ ഓഫ് ലോസ്റ്റ് കോയിൻ എന്നുള്ള ഇതിൽ നിന്നാണ് എടുത്തേൽക്കുന്നത്. So in the Greek it is called drachma, so we pronounce it as drama in Malayalam. So we have made a little bit correction to get it accustomed to our crowd as drama. Thomas, I'm having this issue of participants coming in. Is there a way I could stop it? Okay. What is Project Dharma? That is what is first session that we are looking at. We will go through the introduction. We will go through the constitution on how it is built. We will look at on the ground, what are we doing? We would look at what is the mission approach. Mission approach engananannulladu. We would look at on a larger context what Project Dharma means to the church and what changes, എന്തൊക്കെ changes നമ്മൾ ഇതിൽ നിന്ന് എസ്പെഷ്യലി ഔട്ട്സൈഡ് കേരള റീജിയനിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. The second session, we would look at how we would go ahead witnessing Christ through a pan-Indian Orthodox mission. In that, we will look, the beauty of this Project Dharma is that there is collaboration, there is a close collaboration between clergy and laymen. Collaboration, വിവിധ ഡയോഷ്യസ് തമ്മിലുള്ള collaboration ഉണ്ട്. അതുപോലെ തന്നെ കൊലാബറേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ചേർച്ചസ്, അതായത് നമ്മുടെ ചർച്ചും റോമൻ കാത്തലിക് ചർച്ചും അതുപോലെ പല ചേർച്ചസുമായിട്ടുള്ള ഒരു കൊലാബറേഷനിൽ ഇത് മുമ്പോട്ട് പോകുന്നു. ദർ ഈസ് ഓൾസോ കൊലാബറേഷൻ ബിറ്റ്വീൻ അതർ റിലീജിയൻസ്, വേറെ റിലീജിയൻസുമായിട്ടും. അതുപോലെ തന്നെ ദിസ് പ്രോജക്റ്റ് ഹാസ് ഓൾസോ അട്രാക്റ്റഡ് റിനൗണ്ട് യൂണിവേഴ്സിറ്റീസ് ടു ബി കൊലാബറേറ്റഡ് വിത്ത് ദം, സോ ദാറ്റ് ഈ പ്രോജക്റ്റിൻ്റെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനും ആയിട്ടുള്ള ഒരു കൊലാബറേഷനിലും ഇതിപ്പം റീച്ച് ചെയ്തിട്ടുണ്ട്. സോ വി വിൽ ഗോ ബോത്ത് മോർ ഓഫ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, വൈ ഷുഡ് എന്തിനാണ് നമ്മൾ ഈ ലോസ്റ്റ് കമ്മ്യൂണിറ്റീസ് വേണ്ടിയത്? വൈ ഷുഡ് വി ആക്ച്വലി സീക്ക് ഔട്ട് ഫോർ ദം? ദിസ് ഇസ് a quote I would like to bring to your notice. The continuity of our apostolic lies, of course, in the community and not in the personal witness. So idoru apostolic lineage alle apostolic continuity പൈതൃകം നമ്മൾക്കുള്ളത് it lies as a community. നമ്മുടെ ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് അത് നിൽക്കുന്നത്, അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ അടുത്തല്ല. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഫ്രം സെയിൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, അതുപോലെ തന്നെ പലയിടത്തും ഇന്ത്യയിൽ പോയി, അതുപോലെ ചൈനയിലും പോയി. അപ്പം ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ആസ് എ ചർച്ച് ഓൾസോ ടു ലുക്ക് അറ്റ് വേർ ഓൾ ദിസ് കണ്ടിന്യൂറ്റി ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് നൗ ആൻഡ് ദെൻ സീക്ക് ഔട്ട് ആൻഡ് ദെൻ കണക്ട് ഇറ്റ് ബാക്ക്, സോ ദാറ്റ് നമുക്ക് ആ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എങ്ങനെ ഒറിജിനൽ AD 52 ഫൗണ്ടായി 72 വരെയും സെയിൻറ്റ് തോമസ് അപ്പോസ്റ്റൽ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ വി കുഡ് ആക്ച്വലി bring this back to that glory. So this is a photo from a lost community in Tiruchi. Okay, എന്തിനാണ് റിസർച്ച് വേണ്ടിയത്? നമുക്ക് അറിയാമല്ലോ കുറേ കാര്യങ്ങളൊക്കെ. കൂടുതലായിട്ട് എന്തിനാണ് റിസർച്ച് വേണ്ടിയത്? നോർമലി നമ്മൾ നമ്മുടെ ചേർച്ച് ഫാദേഴ്സിനെ നമ്മൾ ഓർക്കുമ്പോൾ
അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ റീഇറ്ററേറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതിനൊരു ഫുൾ ഒരു സ്പിരിറ്റ് നമ്മൾ അതിൽ വരുന്നില്ല. ഓൺലി ബൈ റിപ്പീറ്റിംഗ് വാട്ട് ദേ സെഡ്. നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. നമ്മൾ അതിനെ ആ സമയത്ത് എന്തുവാണ് സംസാരിച്ചിരുന്നത്, അവർ യൂസ് ചെയ്ത വാക്കുകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ കണ്ടംപററീസ് ആരായിരുന്നു, അവരുടെ കൂടെ ജോലി ചെയ്തവർ ആരൊക്കെയായിരുന്നു, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തോ ആയിരുന്നു, അവരെങ്ങനെ ഈ കമ്മ്യൂണിറ്റീസിനെ ഒക്കെ റീച്ച് ചെയ്തത്, ഹൗ കുഡ് ദേ മേക്ക് അവർ ചർച്ച് ആൻഡ് അവർ ട്രഡീഷൻ very attractive to a lot of people in around India and across the world, and so that they could come back and they could come to our church. And നമ്മൾ ഇത് ചെയ്യുമ്പോൾ മാത്രമേ we will be able to leave a living tradition. ഒരു ട്രൂ ട്രഡീഷനും ലിവിങ് ട്രഡീഷനും അപ്പോഴേ ആവത്തുള്ളൂ. അല്ലെങ്കിൽ it is always a dead tradition where we only remember it and we do not relive it. Yeah. How did we start about it? So as the Eskoros Tirumeni said, it was conceptualized in 2014, 24th March. Tirumeni called up a group of working professionals. So 84 ആൾക്കാർ അതിൽ പങ്കെടുത്തായിരുന്നു. അവിടെ വെച്ച് പല വിങ് ഫോം ചെയ്തു. അതിൽ ഒരു വിങ് ഇവാഞ്ചലൈസേഷനും മിഷൻ വർക്കുമായിരുന്നു. ആ ഇവാഞ്ചലൈസേഷൻ ആൻഡ് മിഷൻ വർക്കിൻ്റെ ഗ്രൂപ്പിന് പേര് പ്രോജക്റ്റ് ദ്രമയെന്ന് സ്വീകരിച്ചതാണ് ഈ പ്രോജക്റ്റ് ദ്രമ. സോ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ദ്രമയിലേക്ക് ഫോമായി ഈ ദിണ്ടുകൽ പ്രോജക്റ്റ് അസൈൻ ചെയ്തത് ജൂൺ 2014 അതിനു മുമ്പ് there has been lot of work that has been done, but from the church side, from the diocese side, we were given the responsibility only from June 2014. So അതെങ്ങനെ മുമ്പോട്ട് പോയെന്ന് നമുക്ക് നോക്കാം. So Project Dramel basically there is a, as I said, there is a collaboration between the clergy and the laity, and ഇതിൻ്റെ കോർ ടീമിൽ 22 lay people ഉണ്ട് presently spread across various dioceses: Chennai, Bombay, Delhi, Dubai, Saudi, Australia, United States, Canada. Yeah, this is and there is an ongoing collaboration with international universities also for research. So either 2014 start, either today is 2020. So we have enough experience now to take up other projects and collaborate with other dioceses, forming and molding diocese specific teams. ഇതിൻ്റെ എന്താണ് structure? How is this structured? It's basically structured this way. A diocese in the metropolitan is the head of it, and under him there is a diocese mission. Under diocese mission, there is a Orthodox center or there is a mission, and along with that there is this Project Drama team. So this is specific for each diocese, and the Drama team reports directly to the metropolitan of the diocese. And there is an Achan who is the director of the mission, and then under him will be all the activities and all other missions placed. On the ground, as I said before, it all started with Parimala Ayya. When we were given this project, we visited in June 2014. So this is what we found. As we were told, we found this person, Mr. Xavier, who was actually this is his Siddha medicine shop, where he has, you can see Parimal Thirumeniyude photo അവർ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ he is a Siddha practitioner. So Siddha medicine കൊടുക്കുന്നതും അവിടെ പോകുന്നതും എല്ലാം പരിമൽ തിരുമേനിയുടെ ഒരു ഇന്റർസെക്ഷനിലാണ് ചെയ്യുന്നത്. And the connection with our church is from his grandfather. So our grandfather time he was associated as a mason for building up in Parimala. So angana or association ഉണ്ട്. They were in Kerala. His father also was in Kerala as a mason. So angana they have started the intersection with Parimala Tirumeni. His daughter's name is Parimala.
So they actually പദയാത്രയായിട്ട് ദിണ്ടുകളിൽ നിന്ന് പരിമലയിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. Almost 300 kilometers. For the last few years, we have been bringing them along with the a congregation that comes to Chenganur and walk to Parimala. So they also come along with us. How did we move again from that? So that was the starting point. And from there was also even more fascinating discoveries there. And we found that there is a community of Tamil speaking as erstwhile Orthodox Christians, who existed, and today they were no more. We also found that they had Orthodox churches before. These were an old Orthodox church, which was used in early 1900s, but now it is not used. It has been used as a shop. And you could find the old churches in disrepair in many cases. One of this church here is a store, and this was a guest house. In this guest house, Alexios Trimeni and Thomar Dionysius Trimeni has stayed. And this is another church. This church is in a good shape now still. And we saw that these families also kept record that they were led by our priests. This is Father Demello, who was the vicar here till late 1950s. And you could see that when Dioscoros Trimeni visited in 2013, so they had taken the photo and kept inside the church. So how they revere our priests is a notable factor. It surprised us as a team. And over time, they told that they were orphaned. So this community lost touch with us from 1959, 1960s. But this, you could see when we go to individual families of this community, they have stored rich histories. So this is a kurbane undakan appa undakanulla yachana. So they had kept this person, Mr. Anthony Swami, was also ordained as an altar boy. He remembers serving along with our Thirumenis there in way back in 1950s. So our concept was very clear. We were not looking at acquiring back these old churches, because many questions they ask, we don't have any answer. ഒരു ചോദ്യം എപ്പോഴും മുമ്പിൽ വരുന്നതാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഇന്നും നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല. ആൻഡ് നമ്മൾ വിട്ടുപോയത് കൊണ്ട് അവർക്ക് ഒത്തിരി ടോർച്ചേഴ്സ് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. So then what we said is we should show solidarity with them. We should start from scratch, and we should rekindle a relationship slowly, so that what was lost and what was cut off is healed, and they joined back. So we started building up separately in the same area where we could access these communities. So one of the first events that conducted was to arrange a Holy Kurbana. That was done in July 29th, 2014. It happened to be the 125th anniversary of the consecration of Alvaris Trimeni. The Kurbana was conducted in Tamil. അതുകൊണ്ട് തമിഴിലേക്കുള്ള കുർബാന ക്രമവും തക്സായും അപ്പം ഡിജിറ്റലൈസ് ചെയ്ത് റീപ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിരുന്നു അവിടെ വന്നവർക്ക് ആക്സസ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്. അവിടെ അത് കൊടുത്തതിലും slowly the Tamil is been improved. Today we are able to Achan is able to do Holy Kurbana fully in Tamil. And this is the second Holy Kurbana that we conducted there. Tirumeni was present on November 22nd, 2014. The first we did in a Panchayat hall. The second time we rented a marriage hall, and then we arranged the Holy Kurbana. So you could see how slowly this is the person whom we saw as savior as Parimalaya is participating here. Here also he is there. Slowly, step by step, how the communities are
brought back to the church. Now, when we were doing this, we found a lot of links leading us to Sri Lanka, and that is when a similar story started unfolding in Sri Lanka. Yeah, Tirumeni talked about watch shop. This is a story, very interesting story, which I would like to share. It was in 2015 May, May 20th, when we reached Sri Lanka for the first time. We had some contacts there whom we thought we could collaborate with, but when we were about to begin our journey, these contacts backed out. And when we reached ഞങ്ങൾ അവിടെ ചെന്നപ്പം എവിടെ പോകണം എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ലായിരുന്നു. We sat there and we started to look around where to go. So what നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് some of the documents which Irenaeus Tirumeni gave us regarding a visit he had done before. So from that documents we came to know the name of Don Willie, who had fought cases for the Church of Our Lady of Good Death. അപ്പം അത് ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് we came to I located this watch shop. സോ അപ്പം വാച്ച് ഷോപ്പിൽ നമ്മൾ ചെല്ലുകയും അവിടെ ചെന്ന് ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തപ്പോഴാണ് we came across a lot of other information. So the Don Willies and Son, it starts with Don Innocent. Don Innocent was a personality who worked along with Alvarez Tirumeni. He was the trustee of our church. ഇത് ഡോൺ ഇന്നസെന്റ് മകൻ ഡോൺ വില്യം. സോ ഈ ഡോൺ വില്യത്തിന്റെ പേരിലാണ് ഡോൺ വില്ലീസ് എന്നുള്ള കടയുള്ളത്. ഡോൺ വില്യം വാസ് ബാപ്റ്റൈസ്ഡ് ബൈ ഫാദർ സുവാരസ്. അൽവാരിസ് തിരുമേനിയാണ് ആ ബാപ്റ്റിസത്തിൽ ഡോൺ വില്യത്തിന്റെ ഗോഡ് ഫാദർ ആയിട്ട് നിന്നിട്ടുള്ളത്. ഇത് അവരുടെ ഡോൺ ഇന്നസെന്റിന്റെ കല്ലറയാണ്. കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. He was the trustee of Independent Catholic Mission of Ceylon. So it was in 1936 that we were active there. It was in 1940 വരെ നമ്മൾ അവിടെ ആക്റ്റീവ് ആയിരുന്നു. അപ്പം നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ രീതിയിൽ തന്നെ കബറടക്കപ്പെട്ട ഒരു ലേ പേഴ്സൺ ആണ്. So whom we met are the grandson of Don William. There are two. These families we could meet, and you can see me and Thomas there. We met them in May 2015. And what is very interesting is that as being the trustee, Don William was the last trustee of the church. They had, one box full of documents, and they had told very clearly this brother's father that there would one day come somebody from the Orthodox Church who would claim for these documents. And they waited. I mean, why they had to wait? Because there were other incidents which was happening, and then അവർ പലയിടത്തുനിന്നും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് വെയിറ്റ് ചെയ്ത് വെൻ ദേ വെർ അഷ്യൂർഡ്, അവർക്ക് വിശ്വാസം വന്ന് നമ്മൾ ഈ ചർച്ചിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് എന്ന് കണ്ടപ്പം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്തു. ഇതൊരു എക്സാമ്പിൾ ആണ്. ദിസ് ഇസ് എ മാരേജ് സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് നടത്തിയേക്കുന്നത് അൽവാരിസ് തിരുമേനിയാണ്. അൽവാരിസ് തിരുമേനിയുടെ സിഗ്നേച്ചർ ഇവിടെ കാണാം. ഇത് നടന്നത് 2 May 1898 സോ അന്ന് ഇങ്ങനെ മാരേജ് രജിസ്റ്റർ, അതുപോലെ ബാപ്റ്റിസം രജിസ്റ്ററിൽ കൊളംബോയിൽ നടന്നത്, പലയിടത്ത് നടന്നത്, ഇതെല്ലാം ഡോക്യുമെന്റ്സ് they had in place. This is just one family. There are so many other families who are part of actively this church, in this community. We will have to go around, find them, and we have done to some extent that work.
So എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? Now that we got the base, so we started from St. Paul's Anglican Church where Givares Didian Baba last ആയിട്ട് അവിടെ കുർബാന ചൊല്ലിയായിരുന്നു 1937. So we contacted that church and then there we started. ഇതിലെല്ലാം ഒരു ദൈവ നിയോഗം അല്ലെ the God's work we could clearly experience. This was the first Holy Kurbana that was arranged in Colombo on 16th September 2015. ഇവിടെയും ഒരു miraculous thing happened ചെയ്തു. There were this community from Brahmavar, about 14 people came down along with Achans, lay people. They came and Tirumeni first time was coming. So we had given an advertisement in paper that from Indian Orthodox Church there is going to be a Holy Kurbana. ഇത് 2 ദിവസം മുമ്പ് കൊടുത്ത ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് അവിടുത്തെ ആർമി ജനറൽ, he was the 3rd in rank, so he called up one of our Malankara committee member, Mr. Jojo uncle from Dubai, and then they said that he told him that I saw an advertisement where Indian Orthodox Church is conducting some mass in Colombo, and when he came to know that that we are here and it is connected to Madras Diocese and Dioscorus Tirumeni is coming down, when Tirumeni landed in Colombo, there was a military welcome given to him. Imagine. Alvaris Tirumeni പോയി കഴിഞ്ഞിട്ട് to conduct a Holy Kurbana, one of the bishops from our church is coming and he is getting a military welcome. And along all through the airport there was commandos escorting Tirumeni down out, and they were also present in some of our functions going forward. This is the second Kurbana that we conducted in Jintupitia in April 2016. This is again an Anglican church, St. Thomas Church ആണ്. അതിന്റെ പഴയ പേര്, ജിൻറ്റുപിറ്റിയയുടെ പഴയ പേര് സാന്തോം പിറ്റിയ എന്നാണ്. ഇതൊരു മലയുടെ ചെറിയൊരു മൗണ്ടിന്റെ മുകളിലാണ് അത്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് സെയിന്റ് തോമസ് കെയിം ഹിയർ ആൻഡ് പ്രീച്ച്ഡ്. സെയിന്റ് തോമസ് ഇവിടെ വന്ന് പ്രീച്ച് ചെയ്തെന്നുള്ളതാണ് ബിലീഫ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്റ് തോമസ് ക്രോസും പണ്ട് കണ്ടുകെട്ടിയിട്ടുണ്ട്. സോ ദ ആംഗ്ലിക്കൻ ചർച്ച്, ഇപ്പോൾ ഉള്ള ആംഗ്ലിക്കൻ ചർച്ച് വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് that this church was once a Persian Nestorian church. So അത് പെർഷ്യൻ ചർച്ച് ആയിരുന്നു. നമുക്കറിയാം കോസ്മാസിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് how he found the church very active in Sri Lanka. So അന്ന് ഉള്ളായിരുന്നു. Then when the Roman Catholics came, then this became a Catholic church. Then it was made a garrison by Dutch. And when the British came, it became an Anglican church in 1815. So this is Bonamote Church, Hulstroff. This was the cathedral of Alvaris Tirumeni, built in 1871. ഇത് ആദ്യമായിട്ട് നമുക്കിവിടെ ഹോളി കുർബാന നടത്തിയത് 2017 ഡിസംബറിലാണ്. And this is in November 2018 when Tirumeni came and conducted Holy Kurbana. Again, you could see the collaboration here, the various pictures. You could see the Catholic priests, the sisters. Here also you can see the Anglican priests. You can see foreigners. You can see Brahmavag Diocese, Bombay Diocese. Emojon Achan was there. So it's a collaborative effort of the church to do this work and the project to move forward. Then we went to Mannar in the north, Sri Lanka. This is Parapangandal Church. When we went there, the church was, in this state, and we could find bullet holes all around the church. And this was a war-torn area. Only 10 feet of mines were cleared. ഞങ്ങൾ വാവുണിയിൽ ഇറങ്ങി 3-4 മണിക്കൂർ മടി റോഡ് വഴിയാണ് അവിടെ എത്തിച്ചേർന്നത്. So that was the situation when we reached there. Then അവിടെ ഹോളി കുർബാന ഏപ്രിൽ 2016 നടത്തി. So this is in 2017. By that time we had searched out lot of lost communities, brought them together. So അവർ നമ്മുടെ ഹോളി കുർബാന നടക്കുമ്പം അവിടെ
അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അൽവാരിസ് തിരുമേനിയുടെ പിക്ചർ അവിടെ പ്രതിഷ്ഠിക്കുകയും അവരൊരു ചെറിയ മ്യൂസിയം ഉണ്ടാക്കി അവിടെ ഇതിൽ നിന്ന് റിസർച്ചിൽ നിന്ന് വരുന്ന ഔട്ട്കം അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്തു. ആൻഡ് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് തിരശ്ശീല ഇടാനും അതുപോലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവർ ചെയ്തു തരികയും ചെയ്തു. ഇവിടെ ഒരു ചെറിയ അഗെയിൻ വൺ സ്മോൾ എക്സ്പീരിയൻസ് വി വുഡ് ലൈക്ക് ടു ഡു. ദിസ് ഇസ് ഇൻ അതിൻ്റെ അടുത്ത് മന്നാറിൽ പള്ളിമുനയിലെ ചർച്ചിൽ നടന്നപ്പോഴാണ് അവിടെ 2016 നടത്താൻ കുർബാന നടത്താൻ ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് ഒരു തേഴ്സ്ഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ റോമൻ കാത്തലിക് അച്ഛൻ പറഞ്ഞു അവിടെ ആരും വരത്തില്ല, നിങ്ങൾ വന്ന് എന്തിനാണ് ഈ വെറുതെ കുർബാന ചൊല്ലിയിട്ട് പോകുന്നത്. അപ്പം ലിനുവച്ചൻ പറഞ്ഞു ഇതുപോലെ we'll have to come and do that. എന്തിനാന്ന് പറഞ്ഞാൽ അൽവാരിസ് തിരുമേനി has been there. This was active with connected to our church till 1919 ഈ പള്ളിമുനയിലെ ചർച്ച്. സോ അതുകൊണ്ട് നമ്മളൊരു ഓർമ്മ കുർബാനയെ അവിടെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതുകൊണ്ട് ആളുകൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. ദിസ് ഇസ് വെരി ക്ലോസ് ടു ദ സീ. അവിടുത്തെ ആൾക്കാരെല്ലാം they are mostly fishermen, so they go out for fishing by morning and they will come late night only. സോ അതുകൊണ്ട് ആരും വരാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ബട്ട് അവിടെ പോയി പ്രിപ്പറേഷൻ തുടങ്ങി, കുർബാന തുടങ്ങിയപ്പം കുർബാന തുടങ്ങുന്നതിന് മുമ്പ് മണിയടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും people started filling in the church and there were more than 500 people. It kept on growing and growing, and the vicar, Roman Catholic vicar there was very much astonished. എന്താണ് ഈ നടക്കുന്നത്, എങ്ങനെ ഈ ആളെല്ലാം തിരിച്ചു വരുന്നത് ഇവിടെ ഒരു കുർബാന ചൊല്ലാൻ തുടങ്ങിയപ്പം. So towards the end, the priest asked the congregation, how did you all come back? So they said that as usual, it's a Thursday, we went out to the sea for fishing. And when they went out for fishing, they were in the mid-sea. Then they heard that there were some shots, gun firings happening between Navy and some pirate ship. And then the Navy advised them that they all should go back to the bank. സോ അങ്ങനെ അവരെല്ലാം തിരിച്ചു വന്നു. അവരെല്ലാം തിരിച്ച് കരയിലെത്തി. അവരുടെ വീടുകളിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പള്ളിയിലെ മണി കേട്ട് അവിടെ എല്ലാം തിരിച്ചു വരുന്നത്. സോ ദീസ് ആർ എക്സ്പീരിയൻസസ്, ലൈവ് എക്സ്പീരിയൻസസ്. സോ ഇത് ഒരു എക്സാമ്പിളാണ് നമുക്ക് കിട്ടിയത്. മന്നാറിലെ ബാപ്റ്റിസം രജിസ്റ്റർ ആണ് ഇത്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇൻഡിപെൻഡന്റ് കാത്തലിക് ബാപ്റ്റിസം രജിസ്റ്റർ, മന്നാർ മിഷൻ, ബിഗിനിങ് ഫ്രം 1886. സോ 1886 മുതൽ മന്നാറിൽ നടന്ന എല്ലാ ബാപ്റ്റിസമും തിരുമേനി ഏതിനൊക്കെ പങ്കെടുത്തിരുന്നു, ഏതൊക്കെ അച്ഛന്മാരാണ് അവിടെ ബാപ്റ്റിസം മുക്കിയത്, ഏതൊക്കെ പള്ളികളിലാണ് അവർ മുക്കിയത്, അവിടെ ഏത് സ്ഥലത്തു നിന്നാണ് അവർ വന്നത്, എല്ലാ ഡീറ്റെയിലും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സിമിലർ സ്റ്റോറി സാവന്തവാടിയിലും മഹാരാഷ്ട്രയിൽ നടക്കുന്നു. കുർലോസ് തിരുമേനിയുടെ ഒരു ബ്ലെസ്സിങ്ങിനാൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഇവിടെ ബോംബെ ഡയസിസിൽ. ഇത് സാവന്തവാടി മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറൗണ്ട് 500 kilometers ഫ്രം ബോംബെ, നവി ബോംബെ. So they are a Konkani community. So there is again a collaboration between Brahmawar Diocese and Bombay Diocese here. So ഇത് പഴയ ചർച്ചാണ്, അവിടുത്തെ മില്ലാഗ്രീസ് ചർച്ച് സാവന്തവാടിയിൽ. അവിടെ കമ്മ്യൂണിറ്റി വാസ് ഫൈറ്റിംഗ് ഫോർ ദിസ് ചർച്ച്. ഇതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞത് അൽവാരിസ് തിരുമേനി പരിമല തിരുമേനിക്ക് എഴുതിയ ഒരു ലെറ്റർ 1893 തിരുമേനി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐ ആം ഹിയർ ഇൻ സാവന്തവാടി ആൻഡ് 2 months ഐ ആം ഹിയർ ആൻഡ് അബൌട്ട് 4,000 people joined our church എന്നൊക്കെ പറഞ്ഞ് 1893 എഴുതിയ ഒരു ലെറ്റർ. അത് ഇടവക പത്രികയിൽ 1894 പബ്ലിഷ് ചെയ്തതാണ്. അതല്ലാതെ നമുക്ക് വേറൊരു ഇൻഫർമേഷനും അവിടെ ഇല്ലായിരുന്നു വെൻ വി റീച്ച് ദർ. സോ അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ പോയി ഇത് അവർ ഒത്തിരി ട്രൈ ചെയ്ത് ഈ ചർച്ച് പിന്നെ ബിൽഡ് ചെയ്യാൻ നോക്കി. ബട്ട് അഗെയിൻ ഇറ്റ് ഫെൽ ഔട്ട് ആൻഡ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് സപ്പോർട്ട് ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മവാരി എന്നുള്ള നമ്മുടെ അച്ഛന്മാർ അവിടെ പോയി വിസിറ്റ് ചെയ്തു. ഡിസംബർ 2008 they met the community. They made
started establishing relationship with them. And finally, in this month, in October, we have come to a level where we found the community, the people who are having old church documents, the church documents were handed over to our team. And this is an ongoing project now. So like that, ഓരോ സ്ഥലങ്ങളിലും ഇതിങ്ങനെ പ്രോജക്റ്റ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. This is the work of the church. It's no particular individual is behind it. Okay, what is the mission approach? നമ്മൾ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്? We take this in 4 phases. 4 ഫേസിലാണ് ഇത് ചെയ്യുന്നത്. The first phase is identification. Identification നമ്മൾ basic research, field study, archives, oral history. Oral history is an important area where we collect ആൾക്കാരുടെ വായ്മൊഴികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ്, അത് സെക്കൻഡ് സ്റ്റേജ്. ആ സെക്കൻഡ് സ്റ്റേജിൽ അഡ്വാൻസ് റിസർച്ചിലേക്കും ഇൻട്രാക്ഷൻ വിത്ത് ദ കമ്മ്യൂണിറ്റി. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ നമുക്കില്ലെങ്കിൽ കുർബാനക്രമം അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ തമിഴ് പറഞ്ഞ പോലെ തമിഴ് ഇപ്പോൾ ഉണ്ട്, ഇപ്പം സിംഗളയിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി ശ്രീലങ്കയിൽ വരുന്നത് കൊണ്ട്. ഇത് കൊങ്കണി കമ്മ്യൂണിറ്റി ആ സാവന്തവാടി ഉള്ളതുകൊണ്ട് വി ഓൾറെഡി ഹാവ് എവറിത്തിങ് വിത്ത് അസ്. സോ നമ്മൾ അതിൽ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യും, അവരുടെ കൂടെ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യും ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റേജാണ് അസറ്റ് ക്രിയേഷൻ. അസറ്റ് ക്രിയേഷനിൽ ഡയോസിസിൽ നിന്ന് ഒരു അച്ഛനെ അവിടെ അസൈൻ ചെയ്യുന്നു. പിന്നെ അച്ഛൻ ആ മിഷൻ്റെ ഡയറക്ടർ ആവുന്നു, ഹൗസ് വിസിറ്റ്സ് നടത്തുന്നു, അവിടെ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തുന്നു, അവിടെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നു, അവിടെ ഒരു ബ്രദറിനെയോ ഡീക്കനെയോ അസൈൻ ചെയ്യുന്നു. നമ്മളൊരു റെൻറ്റഡായിട്ടൊരു വീടൊക്കെ എടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യും ആദ്യം. ദെൻ വി സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് ഫീസ്റ്റ് വിത്ത് ദ കമ്മ്യൂണിറ്റി. വെരി റെഗുലർലി വി കണ്ടക്ട് ദെൻ ഇവൻറ്റ്സ്. And we also assign lay leadership to assist with the reconstruction of this. And the last is about operation and sustenance phases. There we create projects for social welfare. And ഈ സെൻറ്ററിൻ്റെ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് എന്ത് വേണമോ അത് നമ്മൾ ചെയ്യുന്നു. We initiate collaborative projects with the community. And then finally, we encourage people from the old community to join us and thereby expand base. ഇതിൽ നോക്കുവാണെങ്കിൽ ദിണ്ടുകളിലെ ഉള്ള പ്രോജക്റ്റ് ഇപ്പം 4th ഫേസിലാണ്. സെക്കൻഡ് ഫേസിലാണ് ശ്രീലങ്കയിൽ, ഫസ്റ്റ് ഫേസിലാണ് സാവന്തവാടിയിൽ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജും ദ സെക്കൻഡ് സ്റ്റേജ് is completely the work is done by lay people, because അവിടെ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി ചെന്ന് ലേ പീപ്പിൾ വർക്ക് ചെയ്ത് അവിടെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് then it becomes easy for an അച്ഛൻ to come in. ഒരു അച്ഛൻ അവിടെ വരാനും പ്രവർത്തിക്കാനും അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ then the അച്ഛൻ gets assigned. So then we continue to support the mission. ഇത് ദിണ്ടുകളിലെ ചാപ്പലും അടുത്തുള്ള പാർസനേജുമാണ്. ദിസ് അസറ്റ് ക്രിയേഷൻ അടിയിൽ വരുന്നത്. ഇപ്പം നമ്മളവിടെ ഒരു എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് വാസ് 1 BHK earlier. Now we are extending it to 2 BHK. ഇപ്പം ഇതാണ് മാർ സീലിയോസ് ഓർത്തഡോക്സ് സെൻറ്റർ. അവിടെ പരിമളത്തിമ്മയുടെ പേരിലുള്ളതാണ് ചാപ്പൽ നമ്മൾ 2015 ആണ് ബിൽഡ് ചെയ്തത്. 1 BHK parsonage in 2018. Then we had vehicles, ഒരു 4-wheeler, then 1 2-wheeler. Then now we are converting from 1 BHK to 2 BHK. We started, as I said, social projects. The Anbamridham is a free food distribution program that we started there. അവിടെ മിഷൻ സെൻറ്ററിൽ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. യു ക്യാൻ സി അച്ഛൻ ആൻഡ് ബ്രദേഴ്സ് ആൻഡ് ഷമാഷൻസ് ഡൂയിങ് ഇറ്റ്. We pack it and then deliver it to the medical college or the government hospital in Dindigal. അവിടെ പാവപ്പെട്ട ആൾക്കാർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും നമ്മൾ കൊടുക്കുവാണ്. ഒരു ദിവസം അറൗണ്ട് 150 ഫുഡ് പാക്കറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഇപ്പം ഡ്യൂ ടു COVID-19 അത് നടക്കുന്നില്ല. സോ വി ഹാവ് സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ആസ് കിറ്റ്സ്. 3 വില്ലേജ്, അടുത്തുള്ള 3 വില്ലേജിലേക്ക് നമ്മളിത് ആൾക്കാരുടെ അടുക്കൽ ഓർ വി ഗോ ആൻഡ് ഗീവ് ഔട്ട് കൂപ്പൺസ് to the specific people who are below poverty line, identify them,
അവർക്ക് കൂപ്പൺ കൊടുക്കും. ആ കൂപ്പൺ then they will come and then accordingly the kits are distributed. We started expanding our support base. The last time പരിമല പെരുന്നാളിൽ അവിടെ വെച്ച് ഉണ്ടായിരുന്ന മിഷൻസ് എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് we got a space. അപ്പം അത് അങ്ങനെ എക്സ്പാൻഡ് ബേസ് ചെയ്യാൻ ഉള്ള എഫേർട്ടും നടക്കുന്നുണ്ട്. This is another self sufficiency project. അതിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. പാവയ്ക്ക ബിറ്റഗാർഡ് നമ്മൾ കട്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് അത് ത്രൂ മർത്തമറിയ സമാജം we are reaching out to all people within the diocese so that the marketing takes place within the church and for our own people. So it's a fully organic food packets. Then now we would like to also bring to your notice some dedicated lay people who have supported the project. The medical camps, we have been doing it for many times now. This Dr. Saji and Nani used to come all the way from Ernakulam. അവരവിടെ നിന്ന് എറണാകുളത്തു നിന്ന് ദിണ്ടുകൾ വരെയും ഡ്രൈവ് ചെയ്ത് വന്ന് അവിടെ വിത്ത് ദ മെഡിസിൻസ് ആൻഡ് ദെൻ ദേ കണ്ടക്ട് ദ മെഡിക്കൽ ക്യാമ്പ് ആൻഡ് ദെൻ ഗോ ബാക്ക്. So that is the level of commitment lay people are showing in this project. This is a tailoring training school. That we have in Dindigal. We have 2 training schools. Almost 17 people have passed out. The present batch is going on. If corona illata alla samayathe this is stopped. I would like to also point out Matthew Uncle, Matthew Uncle, who has been part of our team, and he is wholly supporting our all civil constructions. Our building design cheyunnadum adinte building he used to come and stay for weeks together along with Achan to supervise all the works. So idupole ഈ പ്രോജക്റ്റില് പലയിടത്തും മിഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ലേ പീപ്പിൾ തന്നെയാണ് അവരുടെ സ്കില്ലും പ്രൊഫഷണലിസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ലെസ് ദാറ്റ് വി ആക്ച്വലി ഡിപ്പെൻഡ് അപ്പോൺ എനിത്തിങ് ഔട്ട്സൈഡ് ഫോർ സ്കിൽ. This is in Sri Lanka. We did an international conference in Colombo. There collaborated with the Roman Catholic Church, Bonn University and Madras Diocese. So there were scholars from all over the world, also from Roman Catholic Church in Sri Lanka as well as from India, scholars within our church. എല്ലാവരും അവിടെ 2 ദിവസത്തേക്കുള്ള പേപ്പർ പ്രസന്റേഷൻ നടത്തിയായിരുന്നു. And this was a huge success. And also here I would like to mention Mr. Bijumon, our lay person who is presently working in Vellore Sneha Bhavan. ഒരു മാസം മുമ്പ് തന്നെ ശ്രീലങ്കയിൽ പോയി അവിടെ 1 month ഇതിൻ്റെ എല്ലാം ആക്ടിവിറ്റീസും റെഡിയാക്കി വെച്ചത് കൊണ്ടാണ് ഈ 2 ദിവസത്തെ കോൺഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. സോ അതുപോലെ വി ഹാവ് അഗെയിൻ ദാറ്റ്സ് എ ഡെഡിക്കേറ്റഡ് ലേ പേഴ്സൺ ഹൂസ് ബിഹൈൻഡ് ദിസ് പ്രോജക്ട് ഡ്രാമ. ഇത് the relationship establishment. As a church, we had met the Cardinal Albert Malcolm in 2018. We had also tried to establish links with other religions. This is when we were visiting the head priest of Yangaramaya Temple in Colombo. Okay, now on a larger context, what is Project Dharma and how we can go ahead with it? We come back to the same state, why we have to seek out lost communities, and how the church and outside Kerala OKR region is today. Here there is a strong Kerala orientation. നമ്മൾ OKRലുള്ള പലയിടത്തും നോക്കുവാണെങ്കിലും ഒരു സ്ട്രോങ് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ റൂട്ട്സിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. So that's that we can experience. Churchina, we don't have a localized church which integrates with the local culture. So other absent ആണ്. But at the same time, we do not want to compromise on our holy tradition. That has to be kept. So ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ല where laity could actively participate in historical research and outreach activities.
So that is a gap that we found. So through Project Drama, this is another gap that we are trying to close. അതുപോലെ തന്നെ ഐഡന്റിറ്റി, ഒരു OKR ഔട്ട്സൈഡ് കേരളയിൽ ജനറലി നമ്മുടെ അർബൻ ഏരിയാസിൽ ജനിച്ചു വളർന്നത് ആൾക്കാർക്ക് they are brought up differently from people, children who are brought up in Kerala. അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, വാട്ട് ഈസ് അവൈലബിൾ ഓൺ ദ ഇന്റർനെറ്റ്, വാട്ട് ഈസ് അവൈലബിൾ ത്രൂ അതർ ലിറ്റററി വർക്ക്സ് അവൈലബിൾ ടു സ്റ്റഡി അബൌട്ട് ചർച്ച് ഹിസ്റ്ററി ആൻഡ് പാട്രിസ്റ്റിക്സ്. നോർമലി ഇന്നത്തെ യൂത്ത് ദേ ഡു നോട്ട് ഡിപ്പെൻഡ് മച്ച് ഓൺ ദ പബ്ലിക്കേഷൻസ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് കേരള. മലയാളം ഒരു ഇഷ്യൂ ആണ്, വായിക്കാൻ പറ്റുന്നില്ല, ഉള്ളി ലിറ്റർജിക്കൽ ബുക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു ദേ കുഡ്, ഈ OKRലുള്ള കമ്മ്യൂണിറ്റി നമ്മുടെ ഡയസ്പോറയ്ക്ക് ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദംസെൽഫ് വിത്ത് എനി ചർച്ച് ഫാദർ ഹു ഹാവ് വർക്ക്ഡ് ഇൻ ദ ലോക്കലി ഇൻ ദാറ്റ് ഏരിയ. സോ അങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുത്ത് നമുക്കൊരു ലോക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനാണ് ബേസ്ഡ് ഓൺ ദ ചർച്ച് ഫാദേഴ്സ് ഏർലിയർ വർക്കിങ്സ് ആണ് ഈ പ്രോജക്റ്റ് രമയുടെ ഒരു ശ്രമവും. സോ ഫാക്ട്സ് എന്താണ് ഇതിനകത്ത്? ബേസിക്കലി ഇപ്പോൾ ബോംബെയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പലയിടത്തും ദ കറന്റ് ജനറേഷൻ ഈസ് സെക്കൻഡ് ഓർ തേർഡ് ജനറേഷൻ ഓഫ് ഡയസ്പൊറ. സോ ദേ റെയർലി യൂസ് മലയാളം ആസ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. അവർ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെ ഇംഗ്ലീഷ് ആയിരിക്കും അവർ പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ. സോ മെനി ഓഫ് അവർ ലിറ്റർജിക്കൽ ട്രസ്റ്റും ടെക്സ്റ്റും റെഫറൻസസും ഇതുവരെയും ഒരു ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നിട്ടില്ല. വിസിബിൾ സ്ട്രഗിൾസ് അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടുമിരിക്കുന്ന ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ. ആൻഡ് ഇഫ് യു ആക്ച്വലി ആസ്ക് ഇൻ മെനി പ്ലേസസ് ഔട്ട്സൈഡ് കേരള, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു മലയാളി ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയെങ്കിലും ഒരു റിമോട്ടിലും നമുക്കൊരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി ഇവിടെ മലയാളി ചർച്ച് എവിടെയാണ്, അപ്പോൾ അവർ കാണിച്ചു തരും. സോ ദാറ്റ് വീൽ ഹാവ് ടു ചേഞ്ച് ദാറ്റ് ഐഡന്റിഫിക്കേഷൻ ഇൻ ടു മോർ ലോക്കൽ ആൻഡ് ഓൺ എ പാൻ ഇന്ത്യ ബേസിസ് ആൻഡ് പാൻ വേൾഡ് ബേസിസ്. സോ എന്താണ് ബേസിക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇസ് ബിഫോർ us? How can the church assist OKR region and the diocese there to connect more meaningfully with the local communities they exist without compromising anything on our holy tradition? As a first step, നമുക്ക് ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി അറിയണം, അവിടുത്തെ ലോസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ഗീവ് us stand directly from St. Thomas onwards up till our present church fathers, and we can with that reaffirm the pan-Indian nature. Now, what the question before us today is, can the laity within and outside Kerala be brought together? Can we all work together in one platform to identify such areas? We can work together in developing such communities across India so that we are truly Indian Orthodox Church. Now, Alvaris Thirumeni's mission is one such example. In this, we are able to establish immediate connection with the local region because it is just more than 100 years that these missionaries existed. But there has been a lot of other connections which existed from St. Thomas about 2000 years back. We have to trace it back till there. What happens then? Then the available traces of local church presence becomes relevant, and that becomes a starting point, and it allows enormous scope for systematic and scientific research, and we have to do the translation. It also provides good scope to publish scholarly works. This provides a strong narrative to connect with the local communities. So I welcome all of you to come and participate with us in this quest. The second session that is going to come up, as I said, will basically look at mission of the True Orthodox Witness for Christ pan-India as well as abroad. If you are interested on this further, please note down this phone number of Robin Abraham, who deals all our communication, and then you can text to him if you are interested, and you will receive continuous updates.
what are the ways which you can participate? This is very important. ഈ കാണുന്നവരെല്ലാം എങ്ങനെ ഈ ഒരു പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ പ്രേ ഫോർ ദ ചർച്ച് സോ ദാറ്റ് ദ ഔട്ട്റീച്ച് ഇസ് we could outreach to more and more lost communities and get back to them as the mother church. You can participate in the initial and advanced research, collaborate with different dioceses and connect and become a part of the team. Like that we can participate. You could write about how the church is a witness in that area. You can write online, you can write offline media. You can contribute. Each of us are in a professional field. ആ ഫീൽഡിൽ നമുക്ക് സ്കിൽസ് ഉണ്ട്. നമ്മുടെ സമയം, ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയമാണ്, അതുപോലെ തന്നെ സ്കിൽസും. അത് രണ്ടും ഉണ്ടെങ്കിൽ then we can actually go forward with that. And you can support financially. പല സോഷ്യൽ പ്രോജക്ട്സ് ഉണ്ട് നടത്തുന്നത്, അവിടെ പൂവർ ആൻഡ് നീഡിക്ക് എത്തിച്ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ അസറ്റ് ബിൽഡിംഗ് നമ്മൾ ഓരോ ഇടത്തും ചെയ്യേണ്ടിയിരിക്കുന്നു, ചേർച്ച് റീച്ച് ഔട്ട് ചെയ്യാൻ, അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. You can also tell about this project to other people so that those interested people can also come in. You could also take lead in initiating this such kind of work in different areas of where Alvarez Tirmeni has worked, or whether Ostatios Tirmeni has worked, or Patros Mar Ostatios Tirmeni has worked, and then bring back those communities and integrate with us. Thank you very much. Yeah. Sujit, sorry, can you just show the number if anybody is interested in this group to reach out to us? Robin's number, that will be wonderful. Yeah. May I request to all participants, if you're interested in this project and to know more about this, please text interested to Mr. Robin Abraham at 0091 95822 06902. 0091 95822 06902. Yeah. Also, you could reach out to Achan at 0091 944 904018. Thank you. So, Sujit, you could exit your presentation. Yeah. Yes. Thank you, Sujit, for a wonderful presentation. Okay. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു മുൻപായിട്ട് മലങ്കര സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന നിക്കോളോസ് തിരുമേനി ഈ മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എങ്കിൽ ഭക്താദരവോട് ക്ഷണിക്കുന്നു. ഓക്കെ. പ്രോജക്ട് ബ്രഹ്മ എന്താണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഒരളവ് വരെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രസന്റേഷനെ പറ്റിയും അതുപോലെ STS ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ, അതുപോലെ തന്നെ ഈ പ്രസന്റേഷന്റെ റിമാർക്സും ഒക്കെ ഒന്ന് പറയുവാനായിട്ട് എന്റെ കൂറുലോസ് തിരുമേനിയെ ഭക്താദരവോടെ ക്ഷണിക്കുന്നു. കേൾക്കാവോ എന്നെ? കേൾക്കാം തിരുമേനി. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെ, സുജിത്ത് അടക്കം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സമ്പന്നമായ നിമിഷങ്ങളായിരുന്നു. ദൈവകൃപ ധാരാളമായിട്ട് വേർതിരിച്ച ഒരു അവസരമാണ്. 3-4 ഒബ്സർവേഷൻസ് വളരെ പെട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇതുപോലൊരു കൂട്ടായ്മ ആചരിക്കാനിടയായത് ശ്രീലങ്കയിലോ ഡിണ്ടിഗലിലോ ഉണ്ടായ അനുഭവത്തിന്റെ ഒരു റെപ്പറ്റീഷനായിട്ട് ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്. അതിന് ദൈവത്തിന്റെ കാരുണ്യത്തിന് മഹത്വം അർപ്പിക്കുകയാണ്.
അതുകൂടാതെ ഇങ്ങനെ ഒരു വലിയ സംവിധാനം ഉണ്ടാക്കിയതിൽ ആനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്, ലേറ്റിയാണ് ഈ കാര്യത്തിൽ ഊന്നൽ കൊടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്തത്. അത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ സഭയിൽ ഏത് തലത്തിലാണെങ്കിലും, കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ഒരു ദേവാലയം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിന് ഉള്ളില് ഒരു ദേവാലയം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അൽമായക്കാരുടെ ഉത്സാഹത്തിലാണ്. ആ ഒരു ഉത്സാഹം ഈ കാര്യത്തിൽ തീക്ഷ്ണമായിട്ട് കണ്ടതിൽ അങ്ങേയറ്റം ആനന്ദിക്കുകയാണ്. അതില് പ്രവർത്തിച്ച ആളുകളെ പരാമർശിക്കുമ്പോൾ രാവും പകലും അധ്വാനിക്കുന്ന ചെറുപ്പക്കാരോ മധ്യവയസ്കരോ ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ അവരുടെ സമയം മുഴുവനും ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഒരു ആനന്ദത്തോടെയും ദൈവത്തിന് നന്ദി പറഞ്ഞും ഇതിൽ അധ്വാനിച്ചവർക്ക് വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തിയുമാണ് ഞാൻ Tirumeni, we are sorry to interrupt you, Tirumeni. We are not seeing you on video. If you could just put your video on, all of us could see you, Tirumeni. Sorry to interrupt. I have been trying, but unfortunately some problem with us. So if I try, everything may get collapsed. No That's problem. why I'm not trying. You Sure, know Tirumeni, me, you can visualize my face and Sure. certainly hear my voice. That's what we can be limited with, because in between, even during Sujit's presentation, many a time it was disconnected. Yes. I don't know why. So I don't want to repeat it so that even my voice will be broken. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ ട്രൈ ചെയ്യാത്തത്. നിങ്ങളെ കാണിക്കാനും മനപ്രയാസം ഉണ്ടായിട്ടല്ല, നിർഭാഗ്യവശാൽ കൂടുതൽ അബദ്ധം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ശ്രമിക്കുക. അപ്പൊ ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. എന്റെ ഒബ്സർവേഷനിൽ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, 14 മുതലോ അതിനു മുമ്പോ ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്ത് ഏതാനും തലമുറകൾ കഴിഞ്ഞിട്ട് അവിടെ വല്യപ്പച്ചന്മാര് ചിലത് ചെയ്തതാണെന്ന് അറിയാവുന്ന ഏതാനും ആളുകളെ കണ്ടുപിടിക്കാൻ ഒത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊരു എൻട്രി കിട്ടിയത്. അത് വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. പക്ഷെ അവരും പ്രായമായിക്കൊണ്ടിരിക്കുക. കൂടാതെ അവർക്കുണ്ടാകാവുന്ന നിങ്ങൾ ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് പറയുന്ന ചോദ്യം നമ്മള് വല്ലപ്പോഴും ഒന്ന് പോയി തലകാട്ടി അവരെ ഒന്ന് ഉണർത്തി പിന്നീട് ഉറക്കത്തിലേക്ക് നമ്മളും അവരും പോകുന്ന ഒരവസ്ഥയ്ക്ക് പകരം കുറെ സജീവമായിട്ട് ഇത് നിലനിർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള നിർണായകമായിട്ടുള്ള ചോദ്യമുണ്ട്. അതിനകത്ത് ഇതുവരെ അധ്വാനിച്ച ആളുകളുടെ ആ ചലനം കുറെ കൂടെ സൃഷ്ടിപരമായിട്ട് വേർതിരിക്കാൻ സാധിച്ചാൽ നല്ല അനുഭവമായിരിക്കുമല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ശ്രീലങ്കയിലുള്ള സംവിധാനങ്ങള്, അവിടെ ഒരുപക്ഷെ ദൈവം അനുവദിച്ച് ആരെങ്കിലും ഒരു വൈദികനെങ്കിലും പെർമനന്റ് ആയിട്ട് നിർത്തുക, 1-2 സഹായികളെ വേർതിരിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങള് കുറെ കൂടെ സജീവമായിട്ടും കോൺക്രീറ്റ് ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കുക. അവരുടെ മനസ്സില് ഇത് നടക്കുമെന്നുള്ള, നമ്മൾ ഒരിക്കലും ഇത് ഇട്ടെറിഞ്ഞിട്ട് പോവുകയില്ല എന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഒത്തിരി അഗ്രസീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ അതിനോട് റിയാക്ഷൻ മറ്റ് സഭകളിലോ നേതാക്കളിലോ ഉണ്ടായെന്ന് വരാം. പക്ഷെ മറുവശത്ത് നല്ലതുപോലെ ഒരു റാപ്പോ ബിൽഡിംഗ് പ്രോസസ്സ് ഉണ്ടായാൽ വളരെ അനുഗ്രഹകരമായിരിക്കും. ഏതായാലും നമ്മൾ മിഷണറി പ്രവർത്തനത്തിൽ സജീവമാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ചില ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ഉത്സാഹിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തില്ലെന്നല്ല, സെക്കൻഡ് സ്റ്റേജോ 4th സ്റ്റേജോ ആയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കുറെ കൂടെ സജീവമായിട്ട് നമ്മുടെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും സുവിശേഷത്തിന്റെ സാങ്കത്യവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രവണത വളർത്തിയെടുക്കുന്നത് സഹായകരമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത്, പരമ തിരുമേനിയും മറ്റു പിതാക്കന്മാരും ഒക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിട്ടുള്ളതാണെങ്കിലും മാർ അൽവാരിസ് തിരുമേനിയുടെ തീഷ്ണത ഒരു അത്ഭുത പ്രതിഭാസമാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് മലങ്കര സഭയോട് ഒട്ടിച്ചേർന്ന് ഇവിടുത്തെ സംസ്കാരവും രീതികളും ആരാധനകളും കുദാശകളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിക്കുവാൻ പോലും അധികം സമയം കിട്ടിയിട്ടില്ല. നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പോലും അധികം സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഇത്ര പുരാതനമായ ഒരു സഭയെക്കുറിച്ച് അറിഞ്ഞ അന്ന് നാളെ മുതൽ
വാലിൽ തീ കൊളുത്തി ഹനുമാൻ ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചതുപോലെ തൻ്റെ സുവിശേഷപരമായ താല്പര്യത്തിൽ ഓടി നടന്ന് ഈ കാര്യം അത്ഭുതകരമായിട്ട് നിർവഹിച്ച ആളാണ്. അത് പ്രത്യേകിച്ചും പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു മുഴുവൻ. അതിന്റെ മധ്യത്തില് അതീവ തീഷ്ണതയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുക. ഇപ്പം സുജിത്ത് പറഞ്ഞതുപോലെ സാവന്തവാടി ചെന്നിട്ട് 4000 പേരെ അവിടെ ഓർത്തഡോക്സ് പക്ഷത്തേക്ക് ചേർത്തിട്ടുണ്ട്, ദൈവരാജ്യത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് വിളിച്ചേർത്തിട്ടുണ്ടെന്ന് പരുമല തിരുമേനിക്ക് ഒരു കത്തയക്കാൻ തക്കവണ്ണം മാനസികമായിട്ടുള്ള വികാസവും അത്ഭുതകരമായിട്ടുള്ള ശുശ്രൂഷയും നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുന്നാളുകൾ ആചരിക്കുക മാത്രമല്ല, അദ്ദേഹം ചെയ്ത മേഖലകള് ഇപ്പോഴും അവശേഷിക്കുന്ന ചില റെമനൻസ് എങ്കിലും തിരിച്ച് ഉണർത്തി കൊണ്ടുവന്ന് അതിന് പുതിയ ജീവൻ കൊടുക്കാനും പുതിയ നാമ്പുകൾ വേർതിരിപ്പാനും സാധിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാനൊക്കും. അതിന് SGOS പോലുള്ള സംഘടനകളും ദ്രഹ്മ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനവും ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തുടങ്ങിയാൽ വളരെ സജീവമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കും. ഇതില് കുറച്ചുകൂടെ ഓപ്പണായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അനുഗ്രഹകരമായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാൻ സാധിക്കുന്നത് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. അതുകൊണ്ട് കൂടുതൽ ഉണർവോടുകൂടി നമുക്ക് ഈ രംഗത്ത് പ്രത്യക്ഷമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ. ഇപ്പം വളരെ ചുരുക്കം പേരാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്, ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഐനാംസ് അഭിനന്ദ ഒസ്താദ് തിരുമേനി സുവിശേഷപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച ഒന്നായിരുന്നു നാംസ്. അത് ഇന്റർനാഷണൽ ആക്കിയാണ് ഐനാംസ് എന്ന പേരിട്ടത്. അതിന് ചില ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് സുവിശേഷപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ബന്ധപ്പെടുവാനുള്ള സാധ്യതയെക്കുറിച്ച് ഐനാംസ് പോലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന സംശയമുണ്ട്. എന്നാൽ ഈ ഒരു പശ്ചാത്തലം അവരെയും കൂടെ വിവരിച്ച് അവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി തുറന്ന ഒരു സംഭാഷണത്തിന് ഇതുപോലെ സൂം മീറ്റിംഗ് വഴിയായിട്ടാണെങ്കിലും ഈ കാലഘട്ടത്തിൽ വേർതിരിക്കാൻ ഒക്കുകയാണെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കും. നമ്മൾ മന്ദിഭവിച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിയെടുക്കാനൊക്കും. ഈ നമ്മുടെ നാട്ടില് കാച്ചിലും ചേനയും ഒക്കെ നടുന്ന അവസരത്തില് അതിന് മുകളിൽ കൊലുക്ക് ഇടുമായിരുന്നു. കൊലുക്കിട്ട് കുറെ നാള് തണലിന് വേണ്ടി വേർതിരിക്കുമെങ്കിലും അതിന് നാമ്പ് മുളയ്ക്കും. ഇത് നന്നായിട്ട് വളർന്നു വരും. ഇതുപോലെ ചിലയിടത്തൊക്കെ നാമ്പുകൾ പൊന്തി വരുന്ന ഒരു അവസരമാണ്. അതിന് വളവും കൊടുത്ത് പോഷിപ്പിക്കാനായിട്ട് ഒരു ഉത്സാഹം നമുക്ക് വരുത്തി തീർക്കാനായിട്ട് സാധിക്കും. ആ കാര്യത്തിലും ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. സാവന്തവാടിയിലെ ശുശ്രൂഷയെക്കുറിച്ച് കേൾക്കാൻ ചില ആലോചനകളും ചിന്തകളും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രഹ്മവാർ ഡയസിന്റെ പ്രവർത്തനങ്ങളും നിർണായകമായിട്ട് ഉള്ളതാണ്. അവിടുത്തെ ആളുകൾ നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കുന്നു. ബോംബെയിൽ അതുപോലുള്ള ആളുകളുണ്ട്. ഞങ്ങൾ വളരെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇടയ്ക്കൊരു ഇന്ററപ്ഷൻ വന്നതുകൊണ്ട് നേരത്തെ ചെന്നൈ ഡയസിന്റെ ഉത്തരവാദിത്തത്തില് ഐറൻ സിനിമയുടെ കാലത്ത് അത് ഏറ്റെടുത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ പിന്നോക്കം മാറിയത്. ഇന്നും അതിനകത്ത് എന്തെല്ലാം ചെയ്യാനൊക്കുമോ ആ കാര്യത്തിൽ ബോംബെ ഭദ്രാസനവും അവിടുത്തെ വൈദികരും ഏതാനും പേരെങ്കിലും സജീവമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നൊരു വാഗ്ദാനവും ഈ അവസരത്തിൽ തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നിർണായകമാണ് ഈ കോവിഡിന്റെ കാലത്ത് ലോകത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് അത്ഭുതകരമായിട്ടും അസ്വസ്ഥമായിട്ടും ദുഃഖത്തോടെയും ഒരുപക്ഷെ നിരാശയോടെയും ചിന്തിക്കുന്ന ലോകത്തിന്റെ മധ്യത്തിൽ ഈ സഭ ഇത്രയും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കത്തക്കവണ്ണം ഇന്ന് മുതൽ ഇതിന് കൂടുതൽ പ്രൊപ്പഗാൻഡ കൊടുക്കുകയും അറിയാത്ത ആളുകൾ അറിയുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ സംസാരിച്ച കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന് വളരെ സൺഡേ സ്കൂളും അതുപോലുള്ള പശ്ചാത്തലമുള്ള ആള് വളരെ അസ്വസ്ഥനായിട്ട് കഴിയുന്നെന്ന് പറയുന്നത് അത് ഒറ്റപ്പെട്ട കഥയല്ല. ധാരാളം പേര് ഇന്ന് വളരെ അസ്വസ്ഥതയിലും നിരാശയിലും തളർച്ചയിലുമാണ്. അവർക്കൊക്കെ ഒരു പുതുജീവൻ പകരാൻ സാധിക്കുന്ന ധാരാളം കണ്ടന്റ് ഇന്നത്തെ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് വിഭാഗങ്ങളിലും സമൃദ്ധമായിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു തീയത്തേക്ക് നടന്നെടുക്കാനായിട്ട്
നമുക്ക് ദൈവകൃപ ഉണ്ടാവണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് സമർപ്പിക്കാനുള്ളത്. എൻ്റെ വ്യക്തിപരമായ തലത്തിലും ബോംബെയിലാണെങ്കിലും ഞങ്ങൾ കുറച്ചു നാളായിട്ട് തിയോ മിനിസ്ട്രി തുടങ്ങിയ പരിപാടികളിൽ കൂടി ചില ശുശ്രൂഷകളൊക്കെ ചെയ്തു വരുന്നു. കാത്തിരിപ്പിന്റെ നാളുകളിൽ 240 മണിക്കൂറും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ചെലവഴിച്ച ഒരു മെത്രാസനുമായിട്ട് ആ നാളുകൾ വേർതിരിക്കാൻ സാധിച്ചു. അതുപോലെ പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിനും മിഷണറി പ്രവർത്തനത്തിനും താല്പര്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. എന്നാൽ ഇതുപോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുത്തണമെങ്കിൽ കുറെ കൂടെ തീഷ്ണതയും ഉത്സാഹവും ആവശ്യമായിട്ടുണ്ട്. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സംഘത്തെ വളർത്തിയെടുക്കണമെന്നുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രപ്പോസൽ വന്നിരിക്കുന്ന ഒരു അവസരമാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും സജീവമായിട്ട് ബന്ധപ്പെടുകയും ഭദ്രാസനങ്ങളെ മുഴുവനും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു മത്സരഭാവത്തിലേക്ക് നിറവോടുകൂടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പ്രേരക ശക്തിയായിരിക്കും. ദൈവകൃപ ധാരാളമായിട്ടുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം സമർത്ഥമായിട്ടുണ്ടാകും. ഇന്ന് ഇതെല്ലാം അവതരിപ്പിക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മേഖലയിൽ ഉത്സാഹിക്കുകയും ചെയ്ത അഭ്യുന്നയ തിരുമേനിയോടും വൈദികരോടും വിശ്വാസികളോടും പ്രത്യേകിച്ച് അൽബായക്കാരോടും ശ്രീലങ്ക വരെ പോയി ഈ കാര്യങ്ങളൊക്കെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്തവരോടും അവിടെ ഇന്നും നമ്മുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് സ്വപ്നം കാണുകയും വാഞ്ചയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ആ ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പല ആശയങ്ങൾ പറയാനുണ്ട്. ഞാൻ മാത്രം പറയുന്നത് മര്യാദയല്ലായിരിക്കും എന്നുള്ളതുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. എന്നാലും ഈ ഒരു കൂട്ടായ്മയിൽ അങ്ങേയറ്റം ആനന്ദിക്കുകയും നിങ്ങളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കൂടുതൽ കൃപയിലായിരിക്കാനും കൂടുതൽ ശക്തിയോടെ ഈ മേഖലയിൽ പ്രവർത്തിപ്പാനും തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു തിരുമേനി, താങ്ക് യു വെരി മച്ച്. കൺക്ലൂഡിംഗ് റിമാർക്സ് പറയുന്നതിനായിട്ട് മദ്രാസ് ഭദ്രാസനാധിപതിനും അതുപോലെ തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ സെക്രട്ടറിയുമായിരിക്കുന്ന തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു റിമാർക്സ് നമ്മുടെ ഈ പ്രസന്റേഷനെ പറ്റി ഒരു റിമാർക്സ് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാണ് വിചാരം. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ സുജിത്ത് പ്രസന്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്യൂച്ചർ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇന്ന് വേണമോ വേറെ ഏതെങ്കിലും ഒരു ദിവസം ആകുമോ നല്ലത് എന്നുള്ളത് അറിയാൻ മേല, ടൈം ഇത്ര ആയതുകൊണ്ട്. അഭ്യുന്യ കുർലോസിന് മനസ്സുകൊണ്ട് നമ്മുടെ ശ്രീലങ്കയിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മൾ സത്യത്തിൽ ഈ വർഷം തന്നെ അവിടെ ഒരു പെർമനന്റ് പ്രസൻസ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കോവിഡ് വന്നതോടുകൂടി നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കാതെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും ലിനു അച്ഛനും അതുപോലെ തന്നെ സുജിത്തും ഒക്കെ അവരുമായിട്ട് സ്ഥിരമായി കോണ്ടാക്ട്സ് ഉണ്ട്. സൂമിലൂടെ ഉള്ളതായ വീഡിയോ കോൺഫറൻസും പ്രയറുകളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കണക്ഷൻ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ആ ശ്രമത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാൻ അഭിമന്യ തിരുമേനി പറഞ്ഞതിനോടൊന്ന് സപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു ഡയോസിഷൻ തലത്തിൽ നിന്ന് മാറി ഒരു ചർച്ച് ലെവലിലേക്ക് ഇത് പോകേണ്ട വളരെ ആവശ്യമാണ്. മറ്റ് സ്ഥലങ്ങളിലും നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ദൈവമക്കൾ സഭയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ തേടി കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. മറ്റ് ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം സുജിത്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നോ നീഡ് ഓഫ് എക്സ്പ്ലെയിനിങ് ഇറ്റ് അഗെയിൻ. ഭാവി കാര്യങ്ങളെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സെഷനിൽ ചർച്ച ചെയ്യാവുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും റിമാർക്ക് ഇപ്പോൾ പറയാനുള്ള അതിനുള്ള അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തിരുമേനി പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, OKR-ന്റെ ഡയസിസ് മിഷൻ ഫീൽഡിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചിന്ത ഷെയർ ചെയ്യേണ്ട പല അവസരങ്ങളും ഉണ്ടാവുന്നുണ്ട്. അത് കുറെ കൂടെ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ തിരുമേനി പറഞ്ഞതുപോലെ എല്ലാ മെത്രാച്ചന്മാരെയും ഔട്ട്സൈഡ് കേരളയിലെ മേൽപ്പട്ടക്കാരെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവരുടെ തിരുമേനിമാരുടെ ചുമതലയിൽ
ഏതാനും പേര് ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഭദ്രാസനങ്ങളിൽ താല്പര്യമുള്ള ആളുകളെ കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് വേറൊരു മീറ്റിംഗ് സൂമിൽ അധികം താമസിക്കാതെ വയ്ക്കാമെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ സംക്ഷിപ്ത വിവരം അവിടെയും കൊടുക്കേണ്ടി വരും. എന്നാലും അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടൊരു ചർച്ചയും സാധ്യതകളുടെ വാതാനുള്ള യാത്രയും നടക്കുന്നത് വളരെയധികം പ്രയോജനകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സന്തോഷത്തിന് വേണ്ടി അത് നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ആണ്. എല്ലാം തിരുമേനി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇപ്പൊ ഫിക്സ് ചെയ്യാമെങ്കിൽ അത് ഏത് രീതിയിൽ ആവിഷ്കരിക്കണമെന്നുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് തിരുമേനിമാരെ കൊണ്ട് ഒന്ന് ആലോചിച്ച് ചെയ്താലും മതി. പക്ഷെ ഒരു ഡേറ്റ് ഇതുപോലെ 1-2 മണിക്കൂർ ചെലവഴിക്കാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ് എത്ര ഗ്യാപ്പിൽ വേണം ഒരു സജഷൻ പറഞ്ഞാൽ ഞങ്ങളും ഡയറി നോക്കിയിട്ട് മൊബൈൽ നോക്കിയിട്ട് ഡേറ്റ് പറയാനൊക്കും. ഇതുപോലെ അധികം താമസിയാതെ ഇങ്ങനെ ഒരെണ്ണം കൂടെ വരുന്നത് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ രണ്ടുപേരും നോക്കി ഇപ്പൊ പറയാനൊക്കും ഒരു ഡേറ്റ്. ഒരു രണ്ടാഴ്ചക്കകം ഒന്നുകൂടെ മീറ്റ് ചെയ്യാനൊക്കുവോ? തീർച്ചയായിട്ടും. ഓക്കെ. എങ്ങനെ ഇതുപോലെ ഒരു സന്ധ്യയിൽ മതിയല്ലോ? അത് മതി തിരുമേനി. നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടേ 3rd-നോ 4th-നോ ഈവനിങ്ങിലോ നമുക്കൊന്ന് കൂടാൻ നോക്കാം. മറ്റു തിരുമേനിമാരോടൊന്ന് ചോദിക്കണമല്ലോ. ആയിക്കോട്ടെ. നമുക്ക് എന്നാലും നമ്മുടെ കൺവീനിയൻസ് തന്നെ ഒരു ഡേറ്റ് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നോക്കിയാൽ ഒരു ഡേറ്റ് പറയാനൊക്കെ തിരുമേനി? 4th-ന് ഞാൻ ഈവനിങ് നോക്കി ഇപ്പൊ പറയാം. നവംബർ 3-ാം തീയതി വൈകിട്ട് പറ്റുമോ തിരുവേനി? 3-ഉം പറ്റും, എനിക്ക് കുഴപ്പമില്ല. 3 എല്ലാവരോടും ചോദിച്ചു നോക്കി. സുജിത്, തിരുമേനി. നവംബർ 3 അറൗണ്ട് വാട്ട് ടൈം? തിരുമേനി 8:30. അറൗണ്ട് 8:30. ലവ്ലി. ഓക്കെ ഓക്കെ. അപ്പൊ മറ്റുള്ളവരെ കൊണ്ടൊന്ന് അറിയിച്ച് മറ്റു തിരുമേനിമാരെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് തിരുമേനിമാരുടെ ചുമതലയിൽ 4-5 പേര് വീതം കൂടെ ഇത് മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് താല്പര്യമുള്ളവരെ കണ്ടെത്തി ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ തിരുമേനിമാരും നിർബന്ധമായിട്ട് അതിനകത്ത് പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചാൽ ദൈവാനുവദിച്ചാൽ മാക്സിമം ആളുകൾക്ക് പങ്കെടുക്കാനൊക്കെ. വെരി ഗുഡ്. ഓക്കെ. തിരുമേനി പ്രോജക്ട് ദ്രമേന്ന് എല്ലാവരും അവൈലബിൾ ആണ് 3rd-ല്. ഓക്കെ, ലവ്ലി ലവ്ലി ലവ്ലി. SCOs-ന്റെ ആളുകളും അതിനകത്ത് പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ചുമതലക്കാര് അവരെ ഈ വിവരം കൂടെ അറിയിച്ചിരിക്കുകയും വേണം. താങ്ക് യു. അഭിയന്ത ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, മീറ്റിംഗിൽ പങ്കെടുത്തതായ നിക്കോളോസ് തിരുമേനി, KM ജോർജ് അച്ഛൻ, സഹോദര വൈദികരെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ നല്ല സന്തോഷം നിറഞ്ഞ സന്ധ്യയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പ്രത്യേകാല ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുവാനും പ്രോജക്ട് ദ്രമയും അതുപോലെ തന്നെ മലങ്കര മദ്രാസ് ഭദ്രാസനത്തെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ബന്ധുക്കളെയും ശ്രീലങ്കയെയും പറ്റി സ്ഥാപിക്കുവാനും ഇടയായതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ഈ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഈ മിഷൻ പ്രവർത്തനം കൂടുതൽ ശക്തിയാർത്തി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ലാൻഡ് വാങ്ങുന്ന സമയം
ചെന്നൈയില് ഫ്ലഡിന്റെ സമയമായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഇവിടെ ലാൻഡ് വാങ്ങാനായിട്ട് സാധിച്ചത്. 5 വർഷത്തിനിപ്പുറം ഈ ഒരു പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് ദൈവം അനുവദിച്ച സമയം എന്ന് പറയുന്നത് ഈ കൊറോണയുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സൂം ആപ്ലിക്കേഷനും അതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സജീവമായി വന്നതിന് ശേഷമാണ്. ആയതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് കടന്നു ചെല്ലുവാനായിട്ട് ഈ ഒരു പ്രവർത്തനം മൂലം സാധിച്ചു എന്ന് പ്രത്യേകമായിട്ട് ആയതിന് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത് SGOS ഗ്രൂപ്പിന് വേണ്ടിയാണെങ്കിലും ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കുപരിയായി മലങ്കര സഭയിലെ ധാരാളം മക്കൾ ഈ ഒരു സെഷനിൽ സംബന്ധിച്ചു. ഫേസ്ബുക്കിലൂടെയും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയും ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു സെഷൻ ക്രമീകരിക്കുവാനായിട്ട് പ്രത്യേകമായി നേതൃത്വം എടുത്തത് അഭിനന്ദനായ കുർലോസ് തിരുമേനിയും അതുപോലെ തന്നെ ജേസഫ് തിരുമേനിയുമാണ്. ഈ 2 വന്യപിതാക്കന്മാരുടെയും പ്രാർത്ഥനയും അധ്യക്ഷതയും ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിൽ കൃത്യമായ നന്ദിയും സ്നേഹവും തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിക്കോളോസ് തിരുമേനി ഈ പ്രസന്റേഷന്റെ സമയത്ത് ഇതിൽ സംബന്ധിച്ചിരുന്നു. തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അതിനായ ഡോക്ടർ KM ജോർജ് അച്ഛൻ ഞങ്ങളുടെയൊക്കെയും ഗുരുനാഥനാണ്. SGOS ഗ്രൂപ്പിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. ഈ ഒരു പ്രവർത്തനത്തെ പറ്റി അറിയിച്ചപ്പോൾ തന്നെ അത് നമുക്ക് സഭയാകമാനം അതിന്റെ പ്രവർത്തനത്തെ അറിയിക്കണമെന്ന് ഞങ്ങളോട് പറയുകയും അതിന് പ്രകാരം വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട KM ജോർജിനുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിച്ചതായ വൈദിക ശ്രേഷ്ഠർ ഏവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രോജക്ട് ദ്രമയിലെയും SGOS ഗ്രൂപ്പിലെയും പ്രത്യേകിച്ച് മോനിഷാന്, ജോൺ മാത്യു സാറ്, അതുപോലെ തന്നെ ബാബു കുര്യൻ അങ്കിള്, അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസന്റേഷൻ നടത്തിയായ സുജിത്തിനോടും ഇത് ക്രമീകരിച്ചതായ റോബിനോടും തോമസ് സൈമണിനോടും ഒക്കെ എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് തരുന്നു: പ്രാർത്ഥിക്കുക ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഹായിക്കുക ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കൂടുതൽ ബലപ്പെടുവാൻ, കൂടുതൽ ആളുകൾ ഈ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബെനഡിക്ഷൻ നടത്തി അവസാനിപ്പിക്കാം. ദൈവസന്നിധി നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടാം. കോവിഡും അതുപോലുള്ള പ്രയാസങ്ങളിൽ കൂടി കഴിയുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യവും കാര്യങ്ങളും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ശരണപ്പെടാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമന്തവും സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത എല്ലാ വിഷയത്തോടും അതിനോട് ബന്ധപ്പെട്ട സകലരോടും സഭയോടും സമൂഹത്തോടും നിന്റെ ശിക്ഷ മുഴുവനായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Thank you so much to everyone. Thank you, Tirumani. God bless. Thank you all.